ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന മൂന്ന് പുതിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന നിങ്ങൾ ബാങ്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ചെന്നൈ ബേസ്ഡ് ബാങ്കാണ്. ഇതൊരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നമ്മുടെ ഇവിടെ ഇസാഫ് ബാങ്കും AU ബാങ്കും ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് നമ്മുടെ സ്മോൾ ഫിനാൻസ് ഇക്വിറ്റാസ്. അപ്പോൾ ഇത് ആക്ച്വലി അവർ മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ അവർ HDFC ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തൊരു കോർപ്പറേറ്റ് കാർഡ് ഇറക്കിയിരുന്നു, പക്ഷെ അത് ഹിറ്റായില്ല, പൊട്ടിപ്പോയി. അപ്പോൾ അതിനുശേഷം ഒരു ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് അവരുടെ തന്നെ ഒരു മൂന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു എൻട്രി ലെവൽ കാർഡ് ഉണ്ട്, ഒരു മിഡിൽ കാറ്റഗറി വരുന്ന കാർഡുണ്ട്, ഒരു പ്രീമിയം കാർഡ് ഉണ്ട്. അപ്പോൾ മൂന്നെണ്ണമാണ് ഇറക്കിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫുൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പേരും ഡീറ്റെയിൽസും സംഭവമൊക്കെ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഇക്വിറ്റാസിന്റെ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാനൊക്കെ എടുക്കാം. ഇതിന്റെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ള നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാണാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ വരിക ചെയ്യാം. പിന്നെയാണ് നമ്മൾ പ്രൊസീജിയർ കാണാനൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇവരുടെ സപ്പോർട്ടിന് വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിബിൽ സ്കോറും അതുപോലെ തന്നെ ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഈ സാധനം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ കാർഡായതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം മിക്ക സ്ഥലത്തും ഇപ്പോൾ ഇക്വിറ്റാസ് ബാങ്കിന്റെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉണ്ട്, സുഖമായിട്ടുണ്ട്, ടൗണിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ബ്രാഞ്ചസ് നോക്കി ടൈപ്പ് ചെയ്തെടുക്കാം. ഇവർ ആക്ച്വലി എനിക്ക് ഇവരുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു മുമ്പ്. പിന്നെ പക്ഷേ അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ എടുത്ത് മാറ്റി, എന്താ പറയുക, അത് നോർമൽ മിനിമം ബാലൻസ് ഒക്കെ വരുന്ന അക്കൗണ്ട് ആക്കി. അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഉപയോഗിക്കേണ്ടതായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആയിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കാലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ മൂന്ന് കാർഡ് ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് കാർഡ് വരെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കാർഡുകളിലെ പേര് എന്ന് പറയുന്നത് ഒരെണ്ണം ടൈഗ ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ടൈഗർ അല്ല, TIGA ടൈഗ ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഇവരുടെ ഫസ്റ്റ് കാർഡിന്റെ പേര്. ഇതാണ് ആക്ച്വലി എൻട്രി ലെവൽ കാർഡ്. ഇതിന്റെ ജോയിന്റ് ഫീസും ആനുവൽ ഫീസ് ഒക്കെ വരുന്ന 500 രൂപ പ്ലസ് GST ആണ്. എലിജിബിലിറ്റി നമുക്ക് 2.5 ലക്ഷം തന്നെ ആനുവലി സാലറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് കിട്ടും. 2.5 ലാക്ക്. അപ്പോൾ അത്യാവശ്യം ഈ കാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാർഡാണിത്. പിന്നെ ഇതിന്റെ എന്താ പറയുക, റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഇവർ കുറച്ച് ബ്രാൻഡായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. സ്കൾ കാൻഡി, നെറ്റ് മിറ്റ്സ്, അതുപോലെ തന്നെ ടാറ്റ ക്ലിക്ക്, ടോണി ആൻഡ് ഗേ, ബെഡ്സ് ഫ്രീ, പ്രശാന്തി, മദർഹുഡ് എന്നൊക്കെ പറഞ്ഞൊരു കുറേ ഒരു ചെയ്തിട്ടുണ്ട്. ഇവരുടെ പാർട്ട്നേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഓഫറും സംഭവമൊക്കെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് 3x റിവാർഡ് പോയിന്റ് ആണ്. നമുക്ക് ഇത് റൂപേ വരലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാം. UPI ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ 3x റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, EMI ലോ കോസ്റ്റ് EMI ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. 3 month ലോ കോസ്റ്റ് EMI ഓപ്ഷൻസ് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറവാണ് നോർമലി ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഡ്യൂ ആയിട്ട് മുമ്പ് ബില്ലടച്ചില്ലെങ്കിൽ ഇത് ആക്ച്വലി ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ജസ്റ്റ് ₹0.99% പെർ മന്ത് ഫോർ ഫസ്റ്റ് 3 months. അത് നമുക്ക് അങ്ങനെ ഒരു ഓഫർ ഒരു തന്നിട്ടുണ്ട്. പിന്നെ റിവാർഡ് പോയിന്റ് ഓൺ എവരി സ്പെൻഡ് ആണ്. നമുക്ക് ഏൺ 1 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 rupees സ്പെൻഡ് ആണ്. പിന്നെ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. ഇത്ര ഉള്ളൂ ഇതിന്റെ ഫീച്ചേഴ്സ് കിട്ടാം. ഇതിന്റെ ആനുവൽ ഫീസ് വരുന്നത് 500 രൂപ പ്ലസ് GST. ജോയിൻ ഫീസ് ഇല്ല എന്ന് തോന്നുന്നു. ജോയിൻ ഫീസ് ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫി ക്രെഡിറ്റ് കാർഡാണ്. സെൽഫി ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫീസ് വരുന്നത് 1000 രൂപയാണ്. ഇവരുടെ പാർട്ട്നേർഡ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകൾ എന്ന് പറയുകയാണെങ്കിൽ ZEE5 ഉണ്ട്, പ്രൈം, സോണി ലൈവ്, ഹോട്ട്സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് ആയിട്ട് 5x റിവാർഡ് പോയിന്റ് ഓൺ 2 out of 5 കാറ്റഗറി. അതായത് ഇപ്പോൾ അപ്പാരൽ ആയിക്കോട്ടെ, ഡൈനിങ് ആയിക്കോട്ടെ, ഗ്രോസറി ആയിക്കോട്ടെ, യൂട്ടിലിറ്റി ആയിക്കോട്ടെ, ടാക്സി ആയിക്കോട്ടെ, ഇതിൽ നമുക്ക് ഒരു ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് 3x നമ്മുടെ 1 കാർഡിലൊക്കെ ഉള്ള പരിപാടിയാണ്. അതിൽ നമുക്കുണ്ട്. പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് കൂടെ, അതായത് ചോയ്സ് ഓഫ് മെമ്പർഷിപ്പ്, ചൂസ് 2 കോംപ്ലിമെന്ററി മെമ്പർഷിപ്പ് ഫ്രം ടോപ്പ് പ്ലാറ്റ്ഫോം ലൈക്ക് ആമസോൺ പ്രൈം, ഡിസ്നി ഹോട്ട്സ്റ്റാർ, സോണി ലൈവ്. അത് കൊള്ളാം. 1000 രൂപ ചാർജ് ഉണ്ട് കേട്ടോ, ഫ്രീ ഒന്നല്ല. 1000 രൂപ കാർഡിന് ചാർജ് ഉണ്ട്. അത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് മെമ്പർഷിപ്പ് വരുന്നു പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല സംഭവം. എനിക്ക് ആക്ച്വലി പനിയും കോൾഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇക്കോ ഫ്രണ്ട്ലി കാർഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റെഗുലർ നോർമൽ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ കാർഡ് എടുക്കാം. അപ്പോൾ 3 കാർഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ കുറേ പേർക്ക് മെറ്റൽ കാർഡ് ഭയങ്കര ഒരു സംഭവമാണല്ലോ. ഈ കാർഡ് നമുക്ക് ആക്ച്വലി വിസയിലും അവൈലബിൾ ആണ്, റൂപേയിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ബില്ലിംഗ് ഡേറ്റ് നമുക്ക് പ്രിഫർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ 12-ാം തീയതി എടുക്കാം, 16-ാം തീയതി എടുക്കാം, 20-ാം തീയതി എടുക്കാം കേട്ടോ. പിന്നെ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 rupees സ്പെൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3 കാർഡുകൾ വരുന്നുണ്ട്. 3 കാർഡുകൾ നമുക്ക് എന്താ പറയുക, കളർ ഡിഫറൻസും വരുന്നുണ്ട്. കണ്ടു നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഗ്രീന്, പച്ച, ഒരു മഞ്ഞ കളർ പോലത്തെ കാർഡ്. അത് ഒരെണ്ണം റെഗുലർ, ഒരെണ്ണം ഇക്കോ ഫ്രണ്ട്ലി കാർഡ്, ഒരെണ്ണം മെറ്റൽ കാർഡ്. അതാണ് കളർ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡ്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് പവർ മൈൽസ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിന് 5000 രൂപ ആനുവൽ ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് പ്രീമിയം കാർഡാണ്. നമുക്ക് മെറ്റൽ കാർഡാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൂടെ
ക്ലബ് മാരിറ്റിൻ്റെയും ഈസി ഡൈനർ മെമ്പർഷിപ്പ് നമുക്ക് മുന്നോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ബെനിഫിറ്റ്, അതായത് 2% ഫോറക്സ് മാർക്കപ്പ് ചാർജാണ് വരുന്നത്. പിന്നെ 3x റിവാർഡ് പോയിന്റ് ഇന്റർനാഷണൽ പർച്ചേസ്, അതായത് ഇന്റർനാഷണൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ലോഞ്ചസ് വരുന്നുണ്ട്, 2 ഡൊമസ്റ്റിക് ലോഞ്ചസും 1 ഇന്റർനാഷണൽ ലോഞ്ചസും പെർ ക്വാർട്ടറിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് വരുന്നത് 1 രൂപയാണ്. ഒരു റിവാർഡ് പോയിന്റ് തന്നത് 1 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിവാർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മെറ്റൽ കാർഡ് സംഭവമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലബ് മാരിറ്റിൻ്റെയും ഈസി ഡൈനറിൻ്റെയും മെമ്പർഷിപ്പ് കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി എല്ലാം നോർമലി വരുന്ന സംഭവം തന്നെ. ഇതിലെല്ലാത്തിലും ഒരു ആനുവൽ ചാർജ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിനിങ് ഫീസ് ഇല്ല എന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇനിയിപ്പോൾ ഞാനത് കൺഫേം ചെയ്ത് സപ്പോർട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ വെച്ചാൽ ഇതിലെല്ലാത്തിലും ഒരു ആനുവൽ ഫീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ജോയിനിങ് ചാർജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ കാർഡുകൾ തൽക്കാലം ഇപ്പോൾ പുതിയ കാർഡായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ കാർഡുകളും ജോയിനിങ് ഫ്രീ ആയിരിക്കും. അതായത് ഫസ്റ്റ് ഇയർ ഫ്രീ. ഇതിന് ആക്ച്വലി എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇൻകം എബോവ് 18 lakh വേണം കേട്ടോ. 18 lakh പ്ലസ് വേണം ഈ ലാസ്റ്റത്തെ കാർഡ്, പവർ മൈൽസ് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ഓൾറെഡി പറഞ്ഞല്ലോ, പ്രീമിയം കാർഡാണ്. രണ്ടാമത്തെ കാർഡ് നമ്മൾ പറഞ്ഞില്ലേ, സെൽഫി കാർഡ്. അതിനാകുമ്പോൾ നമുക്ക് 5 ലക്ഷത്തിനും 18 ലക്ഷത്തിൻ്റെ ഇടയിൽ ഇൻകം ഉണ്ടായാൽ മതിയിട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 2 കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് വേണമെങ്കിൽ പറയാം, നമുക്ക് അത്യാവശ്യം കിട്ടുന്ന കാർഡുകളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ദർശിക്കാൻ മറക്കണ്ട. നമ്മുടെ റെഫറൽ ലിങ്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. agency.banksupport.in ആണ്, നിങ്ങൾക്ക് താഴേക്ക് ലിങ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത